ഒടുവിൽ 9ാം ദിവസം ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയോ? കോൺഗ്രസ് ഉൾപ്പെടെ നടത്തിയോ എന്നുള്ള ചോദ്യമാണ്. അത് രാഷ്ട്രീയ മുതലെടുപ്പല്ല. കോൺഗ്രസിൻ്റെ മതേതരത്വം വിളിച്ചോതുന്ന വാക്കുകളാണ്. രാഷ്ട്രീയ മുതലെടുപ്പ് ഒരിക്കലുമല്ല. രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയത് BJP ആണ്. ഇരട്ടത്താപ്പ് നയം ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നതല്ല, അവിടെ അമിത്ഷായും മോഡിയും പറയുന്നത്. ഞങ്ങൾ അത്തരത്തിലല്ല. കേരളത്തിലും കേന്ദ്രത്തിലും MP മാരടക്കം സുശക്തമായ പോരാട്ടം ഇതിനുവേണ്ടി നടത്തിയത് ഞങ്ങളുടെ മതേതരത്വത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ജാമ്യം ലഭിച്ചു, എന്താണ് പറയാൻ? കോൺഗ്രസിന് എന്താണ്? കോൺഗ്രസിന് വളരെ സന്തോഷമുണ്ട്. അവരെ ചേർത്ത് നിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞതിൽ വളരെ അതിയായ സന്തോഷമുണ്ട്. ഇവരുടെ മതേതരത്വത്തിന് വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങൾ, മോഡിയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിടുകയും അവരുടെ മുന്നിൽ മുട്ടുമടക്കുകയും ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥയ്ക്ക് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി, ജില്ലാധ്യക്ഷയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ഞങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്തിയത്. BJP ഈ ഒരു വിഷയത്തിൽ ആദ്യമെടുത്ത നിലപാടിനെ എങ്ങനെയാണ് നോക്കുന്നത്? ആദ്യമെടുത്ത നിലപാട് ഇവർ തികച്ചും അവിശ്വസനീയമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുകയും അത് മുൻകാലങ്ങളിൽ അവർ വിചാരിച്ച രീതിയിൽ വർഗീയത ഇളക്കിവിടാൻ സാധിക്കും എന്ന് അവർ കരുതി. അത് തെറ്റായ ധാരണയായിരുന്നു. അതിന് സമയോചിതമായ ഇടപെടൽ കോൺഗ്രസ് പ്രതിപക്ഷ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലും കേരളത്തിലുടനീളവും രാജ്യത്തിലുടനീളം അത്തരത്തിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തിയതുകൊണ്ടാണ് ഇത്തരത്തിൽ നിലപാട് മാറ്റേണ്ട അവസ്ഥ BJPക്ക് ഉണ്ടായത്. ഈ ഒരു വിഷയത്തിൽ ക്രെഡിറ്റ് എടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ? കാരണം ഇക്കഴിഞ്ഞ മണിക്കൂറിൽ ഞാൻ ഒരു BJP സംസ്ഥാന നേതാവുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് അത് അവരുടെ കഴിവാണ്, അവർക്ക് കിട്ടിയ ഒരു ക്രെഡിറ്റ് ആണ് എന്നാണ് പറയുന്നത്. അവരെല്ലാവരും ക്രെഡിറ്റിന് വേണ്ടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ രാജ്യത്തിന് വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. രാജ്യത്തിൻ്റെ സുരക്ഷയും ജനങ്ങളുടെ മതേതരത്വവും ഏറ്റെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തം. ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളതല്ല.